പഞ്ചാബിൽ നിന്നുള്ള 3 പേരെ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയതിനു പിന്നിൽ ISIയുടെ പങ്കിനെ സംബന്ധിച്ചാണ് ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. മെയ് 1-നാണ് പഞ്ചാബ് സ്വദേശികളായ 3 പേരെ ടെഹ്റാനിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. പഞ്ചാബ് സ്വദേശികളായ ഹുഷൻപ്രീത് സിംഗ്, ജസ്പാൽ സിംഗ്, അമൃത്പാൽ സിംഗ് എന്നിവരെയാണ് ഈ ടെഹ്റാനിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയത്. ഇവരെ ഇന്ത്യയിൽ നിന്ന് ഒരു ഏജന്റ് മുഖാന്തരമാണ് ഇവർ വിദേശത്തേക്ക് പോയത്. അതായത് ദുബായ് വഴി ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോകാം എന്ന് വാഗ്ദാനം നൽകിയാണ് ഇവരെ കൊണ്ടുപോയത്. തുടർന്ന് ഇവർ മെയ് 1-ന് ടെഹ്റാനിലെത്തുന്നു. അവിടെ വെച്ചാണ് ഇവരെ അജ്ഞാതർ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. ഈ തട്ടിക്കൊണ്ടുപോയവരുടെ കുടുംബാംഗങ്ങൾക്ക് മോചനദ്രവ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ടെലിഫോൺ കോളുകൾ ലഭിച്ചിരുന്നു. പാകിസ്ഥാനിൽ നിന്നുള്ള ടെലിഫോണുകളിൽ നിന്നാണ്, മൊബൈൽ നമ്പറുകളിൽ നിന്നാണ് ഈ മോചനദ്രവ്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കോളുകൾ ലഭിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇതിന് പിന്നിൽ പാക് ചാരസംഘടനയായ ISIയുടെ പങ്കിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. കാരണം ഈ 3 പേരെയും തട്ടിക്കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയതിന് പിന്നാലെ ഈ പാകിസ്ഥാനിൽ ഇവർ ചാരപ്രവർത്തനം നടത്തിയെന്ന ആരോപണവുമായി ISI മുന്നോട്ട് വരാനുള്ള സാധ്യതയാണ് ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ വിലയിരുത്തുന്നത്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ അന്വേഷണം വളരെ ഊർജിതമാക്കുവാൻ വേണ്ടി ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ ഈ ഇന്ത്യൻ നാവികസേനയിൽ നിന്ന് വിരമിച്ച ഛാബാർ തുറമുഖത്ത് ബിസിനസ് നടത്തിയായിരുന്ന കുൽഭൂഷൺ ജാദവിനെ ഇറാനിൽ നിന്ന് ഈ പാകിസ്ഥാൻ ചാരസംഘടന ISI തട്ടിക്കൊണ്ടുപോവുകയും അദ്ദേഹത്തെ പിന്നെ അറസ്റ്റ് ചെയ്ത് ചാരപ്രവർത്തനം ആരോപിച്ച് അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ പാർപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. സമാനമായ രീതിയിൽ ഈ 3 പേരെയും പഞ്ചാബിൽ നിന്നുള്ള ഈ 3 പേരെയും ചാരപ്രവർത്തനം ആരോപിച്ചുകൊണ്ട് ഈ തടവിൽ പാർപ്പിക്കാനും അതല്ലെങ്കിൽ രാജ്യാന്തര സമൂഹത്തിന് മുന്നിലൊക്കെ അങ്ങനെ പാകിസ്ഥാൻ അവതരിപ്പിക്കാൻ വേണ്ടി സാധ്യതയുണ്ട് എന്നാണ് ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ വിലയിരുത്തുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം വളരെ ഊർജിതമാക്കിയിരിക്കുന്നത്. ഒരു ഏജന്റ് മുഖാന്തരമാണ് ഇവർ ഇന്ത്യയിൽ നിന്ന് ദുബായിലെ വഴി ഓസ്ട്രേലിയയിലേക്ക് പോകാൻ വേണ്ടി യാത്ര തിരിച്ചത്. ഈ ഏജന്റിന് പാകിസ്ഥാൻ ബന്ധമുണ്ടോ, പാകിസ്ഥാൻ ചാരസംഘടന ISIയുമായി ബന്ധമുണ്ടോ എന്ന കാര്യവും അന്വേഷിക്കുന്നുണ്ട്. നിലവിൽ ഈ ഏജന്റ് ഒളിവിലാണ് എന്നാണ് പഞ്ചാബ് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരും മറ്റും വ്യക്തമാക്കുന്നത്. ഇതിനിടെ ഈ 3 പേരെയും കണ്ടെത്തുന്നതിന് ആവശ്യമായ സഹായം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യ ഇറാനെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. ടെഹ്റാനിലെ ഇന്ത്യൻ എംബസിയാണ് ഇത് സംബന്ധിച്ചൊരു ആവശ്യം ഈ ഇറാനെ രേഖാമൂലം അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ പാകിസ്ഥാൻ ചാരസംഘടനയുടെ അവരുടെ ഏറ്റവും ഈ അന്താരാഷ്ട്ര നിയമങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കാടത്ത ചാരസംഘടനയാണ് ഈ ISI. അതുകൊണ്ട് തന്നെ അവർ ഏത് തരത്തിലുള്ള ഈ നീചമായ പ്രവർത്തനങ്ങളും ഏർപ്പെടാൻ വേണ്ടിയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ISIക്ക് ഇതിൻ്റെ പിന്നിലുള്ള പങ്കാളിത്തത്തെ സംബന്ധിച്ചാണ് ഇപ്പോൾ വിശദമായി ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്.